ഹായ് കൂട്ടുകാരേ, എല്ലാവരും എന്ത് പറയണോ? സുഖല്ലേ? ഇന്നേ നമുക്ക് ഗോതമ്പ് പൊടി റവയും വെച്ചിട്ട് നല്ലൊരു ഉണ്ട പിടിച്ച് നോക്കിയാലോ? അപ്പോൾ എല്ലാവരും വായോ, ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. അതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് നമ്മുടെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ അര ഗ്ലാസ് റവയും. അത് നല്ലോണം ഒന്ന് പാനിലിട്ട് ഒന്ന് ചൂടാക്കി എടുത്തോ. ചൂടാക്കാന്ന് പറഞ്ഞാൽ നല്ല റോസ്റ്റൊന്നും ആക്കണ്ട, നല്ലൊരു ഇതാവണ വറവ് ആവണ ഒരു മണം വരുമ്പോൾ അത് അങ്ങോട്ട് മാറ്റിക്കോ. എന്നിട്ട് പിന്നെ ആ പാനിലേക്ക് തന്നെ കുറച്ചൊരു അരമുറിയോളം നാളികേരം ഞാൻ നല്ലോണം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കൊടുത്ത് അതിലത്തെ അതും ഒന്ന് വറക്കാൻ പറഞ്ഞാൽ റോസ്റ്റ് ആവുമൊന്നും വേണ്ട, നല്ല റോസ്റ്റ് ആവുമൊന്നും വേണ്ട, അതിലത്തെ വെള്ളം ഒന്ന് വലിച്ചിങ്ങോട്ട് എടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നെയ്യ് അങ്ങോട്ട് ഒഴിക്കുക. അതിലേക്ക് നമ്മുടെ കയ്യിലുള്ള നട്ട്സ് എന്തൊക്കെയാണെങ്കിൽ, എൻ്റെ കയ്യിലിപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പും പിന്നെ കുറച്ച് കപ്പലണ്ടി ഉണ്ടായിരുന്നത്, അത് ഞാൻ അതിലിട്ടിട്ട് ഇങ്ങോട്ട് റോസ്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് മാറ്റി വെച്ചു കൂട്ടാ. എന്നിട്ട് പിന്നെ നമ്മൾ ആ പാനിലേക്ക് തന്നെ നമ്മൾ ഈ വറുത്ത് മാറ്റി വെച്ച നാളികേരവും പൊടിയും പിന്നെ നമ്മൾ ഈ റോസ്റ്റാക്കി എടുത്ത അണ്ടിപ്പരിപ്പും പിന്നെ നമ്മുടെ കപ്പലണ്ടി ഉണ്ടല്ലോ അതൊന്ന് ക്രഷ് ചെയ്തെടുത്തോളൂ കേട്ടോ. നല്ല പൗഡർ ആക്കണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, അപ്പോഴേ നമുക്ക് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ എല്ലാ സാധനങ്ങളും കൂടി നമ്മൾ പിന്നെ അതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി മറിച്ച്, പിന്നെ 3 അച്ച് ബെല്ലം ഞാനിവിടെ എടുത്തിട്ടുണ്ട്, അതും ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് പാനിയാക്കിൻ്റെ ആ പാനിയും എല്ലാം കൂടി, പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മുടെ ഏലക്കായയുടെ പൊടിയും പാകത്തിന് ഒരു നുള്ളു ഉപ്പും എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ആ മിക്സ് ചെയ്ത് കഴിയുന്നോട് കൂടിയിട്ട് ആ വെള്ളം നമ്മൾ ഇതാക്കിയിട്ട് തീ ഓഫാക്കിക്കോട്ടെ. സിമ്മിലിട്ടാൽ മതിയായിരുന്നു തീയെ, അത് ഓഫാക്കുക. എന്നിട്ട് പിന്നെ ചൂടാറുമ്പോൾ നമ്മുടെ അരിയുണ്ടയൊക്കെ പിടിക്കില്ല, അതുപോലെ ഉണ്ട അങ്ങോട്ട് പിടിക്കുക. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് അരിയുണ്ടേക്കാളൊക്കെ ഇഷ്ടം തോന്നിയത് ഈ സാധനത്തിനോടാണ്. അപ്പോൾ ഇത് നല്ല ഹെൽത്തിയാണ്, ഗോതമ്പ് പൊടിയാണ്, പിന്നെ നമ്മൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ ചേർക്കണ്ടല്ലോ, അപ്പോൾ ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇത് പറയണ പോലെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ. അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ.